അർജുൻ ആയങ്കി എന്ന് പറയുന്ന ഒരു ക്രിമിനൽ, കൊടും ക്രിമിനൽ എന്ന് തന്നെ പറയണം, കാരണം അത്രത്തോളം കേസുകളുണ്ട്. ഇവിടെ നമ്മുടെ കേരള പോലീസിനെയൊക്കെ വെല്ലുവിളിച്ചു. ചുണയുണ്ടെങ്കിൽ പിടിയടാ, കെട്ടടാ എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ആഭ്യന്തര മന്ത്രി തന്നെ അതേപോലെ ആക്ഷേപിച്ചു. ഇതെല്ലാം പറഞ്ഞു. അങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ ഇട്ട് ഓടി നടന്ന് അവസാനം കേരള പോലീസ് അവനെ ഇപ്പോൾ പിടിക്കും, മറ്റേത് പിടിക്കും, നാളെ പിടിക്കും, അതൊന്നും അവർ മിണ്ടാൻ പോയില്ല. അവരതിന് വേണ്ട ഗ്രൗണ്ട് വർക്കൊക്കെ ചെയ്ത് അവനെ പോയി അവിടെ നിന്ന് കണ്ണൂരിന്ന് തപ്പിയെടുത്തു, പിടികൂടി. ഇപ്പം അകത്താണ്. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലോട്ട് വിട്ടിട്ടുണ്ട്. എന്തെങ്കിലും സമ്മാനം കിട്ടാതിരിക്കത്തില്ല മിക്കവാറും. കാരണം പോലീസുകാരെ ഇത്രയും തെറി പറയുകയും ഇത്രയും ഉപദ്രവിക്കുകയും ചെയ്തല്ലേ, ശല്യം ചെയ്തല്ലേ. ഏതായാലും അയാളെ മാത്രമല്ല, ഇവന് മാത്രമല്ല ഉപദ്രവം ഉണ്ടാകുന്നേ, യമനെ സഹായിച്ച എല്ലാ ആളുകളെയും തപ്പുന്നുണ്ട്. അവിടെ ADGP ആയിട്ട് ഇരിക്കുന്നത് ശ്രീ വിജയനാണ്. വിജയൻ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടും ഞങ്ങൾക്ക് നല്ല അടുപ്പമുണ്ട്. ഞാനിരുന്നിടത്ത് 2 സ്റ്റേഷനുകളിലും കളക്ടറായിട്ടിരുന്നാണ്. ഞാൻ തൃശ്ശൂരുണ്ടായിരുന്നപ്പോൾ അവിടെ ജില്ലാ കളക്ടറായിട്ടിരുന്നത് വിജയൻ്റെ വൈഫാണ്. അതേപോലെ തന്നെ ഇവിടെ ഞാൻ എറണാകുളം ജില്ലാ ജഡ്ജിയായിട്ടിരുന്നപ്പോൾ ഇവിടെ എറണാകുളം ജില്ലാ കളക്ടറായിട്ടും ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് തന്നെ വളരെ അടുപ്പമുണ്ട്. അപ്പോൾ വിജയൻ ഞാനുമായിട്ട് പല പ്രോഗ്രാമുകളിലും ഞങ്ങൾ ഒന്നിച്ച് പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ പോലീസ് കേഡറ്റ് എന്ന് പറയുന്ന ഒരു സ്കീമുണ്ടല്ലോ, വിദ്യാർത്ഥി പോലീസ്, അത് ആ ആശയം തന്നെ കൊണ്ടുവന്നത് വിജയനാണ്. അദ്ദേഹത്തിന് അതിനു വേണ്ടുള്ള അംഗീകാരമൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളത് വേറെ കാര്യം, കൊടുത്തിട്ടുമില്ല, അത് വേറെ കാര്യം. പക്ഷേ അദ്ദേഹം ഒന്നും ചോദിച്ചു വാങ്ങാനൊന്നും നിൽക്കത്തില്ല, അനങ്ങാതിരിക്കും. സ്വതന്ത്രമായിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളുള്ളത് അദ്ദേഹം പറയാറുണ്ട്. അതിൻ്റെ പേരിൽ ഒരുപാട് വഴി കേട്ടിട്ടുമുണ്ട്. ഈ സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാൻ മിണ്ടാൻ പാടില്ലല്ലോ, അങ്ങനെ ഉള്ള കാര്യം മിണ്ടുന്നതിന് സമ്മാനവും വാങ്ങിയെടുത്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ അദ്ദേഹം ക്രമസമാധാന ചുമതലയുള്ള നമ്മുടെ കേരളത്തിലെ ADGP ആണ്. അപ്പോൾ വിജയന് അദ്ദേഹം, അതായത് നമ്മുടെ പോലീസ് കേഡറ്റ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് വളരെ നല്ല നന്മകൾ വരുത്തിയിട്ടുള്ളതാണ്. അവരുടെ ഡിസിപ്ലിൻ, അവരുടെ ശരിയായ അച്ചടക്കം, അവർക്ക് എങ്ങനെയായിരിക്കണം സമൂഹത്തിനോടുള്ള പെരുമാറ്റം, ഇതൊക്കെ ഇതിനകത്തൊക്കെ വളരെ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതിന് അദ്ദേഹത്തിനെ വളരെ നമ്മൾ അംഗീകരിച്ചേ മതിയാവുള്ളൂ. കാരണം അങ്ങനെയുള്ള ഐഡിയ, ഇതുപോലുള്ള ആശയങ്ങളുള്ള മനുഷ്യരാണ്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ആശയദാരിദ്ര്യമാണ്. ഇപ്പോൾ ഉന്നതങ്ങളിൽ പ്രത്യേകിച്ചും ഇപ്പോൾ പോലീസിലായാലും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലായാലും ആശയദാരിദ്ര്യം എന്ന് പറയുന്ന കടന്നുകൂടിയിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഈ നോട്ട്സ് എഴുതാൻ ഇപ്പോൾ ക്ലാർക്കുമാർ അവിടെ എന്തെങ്കിലും എഴുതി വെക്കും. അതിൻ്റെ മുകളിൽ പിന്നെ നമ്മൾ നോക്കിയാൽ അണ്ടർ സെക്രട്ടറി ആയിരിക്കാം അവരുടെ കയ്യിൽ വരുന്നതെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ആ സൂപ്രണ്ടിൻ്റെ കയ്യിലോട്ട് വരുന്നതെന്നിരിക്കട്ടെ. ഉടനെ സൂപ്രണ്ട് അതിനകത്ത് പ്ലേസ് ബിഫോർ ദി അണ്ടർ സെക്രട്ടറി, ഉടനെ അണ്ടർ സെക്രട്ടറിയുടെ മുമ്പിൽ കൊണ്ടുവെക്കാൻ പറയും. അണ്ടർ സെക്രട്ടറി നോക്കും, എന്നാൽ നോക്കിയിട്ട് അതിനകത്ത് നോട്ട് എഴുതും, പ്ലേസ് ബിഫോർ ദി സെക്രട്ടറി എഴുതി വെക്കും. സെക്രട്ടറി എഴുതിയിട്ട് പ്ലേസ് ബിഫോർ ദ മിനിസ്റ്റർ എന്ന് വെച്ചാൽ ഒരഭിപ്രായവും ഇല്ല ഇവർക്കാർക്കും. കാരണം ഭയമാണിപ്പോൾ. ഒരഭിപ്രായം സ്വതന്ത്രമായിട്ട് പറയാൻ ഭയപ്പെടുന്ന സമയത്താണ് വിജയനെപ്പോലുള്ള ആളുകൾ, നല്ല ഓഫീസേഴ്സ് ഉള്ളത്. വിജയൻ പറഞ്ഞത് എന്താണെന്നറിയാം? ഈ ആയങ്കി എന്ന് പറയുന്നത് സൂപ്പർ സ്റ്റാറൊന്നും അല്ല. അയാൾ ഇതുപോലെ പോലീസിനെയൊക്കെ വിളിച്ചുകൊണ്ട് പോയി. അയാൾ എങ്ങോട്ട് പോകുന്നു, എവിടെ പോകുന്നു ഒക്കെ ഞങ്ങൾക്കറിയാം. അത് ഞങ്ങൾ വിളിച്ചു പറയാറില്ല. അയാളെ പോയി പൊക്കി എടുത്തുകൊണ്ട് വരാൻ നോക്കും. അങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു. അപ്പം ഞാനിത് പറയാൻ വന്ന ഇതൊന്നുമല്ല. ഇങ്ങനെ പോലീസ് ഇയാളെ അന്വേഷിക്കുമ്പോൾ അവർക്ക് ഇയാളെക്കുറിച്ച് ഒരുപാട് എന്തെങ്കിലും വിവരം കിട്ടുന്നതോ, ഏതെങ്കിലും വിധത്തിൽ ഇയാളെക്കുറിച്ച് എന്തെങ്കിലും ഒരു ലീഡ് കിട്ടുന്നിടത്തോ അവർക്ക് അന്വേഷിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ മല്ലപ്പള്ളി ഭാഗത്ത് ഇയാൾക്ക് അടുപ്പക്കാരുണ്ടെന്നും, അങ്ങനെ അയാൾക്ക് അവിടുന്ന് സഹായം കിട്ടുന്നുണ്ടെന്നും, ഒളിച്ച് താമസിക്കാൻ സഹായം കിട്ടുന്നുണ്ടെന്നും ഒരു വിവരം പോലീസിന് കിട്ടുകയനുസരിച്ച് പോലീസ് മല്ലപ്പള്ളിയിലുള്ള കുറച്ച് വീടുകളിൽ കേന്ദ്രീകരിച്ച് അന്വേഷിക്കാനിടയായി. പോലീസ് അന്വേഷിക്കേണ്ട എന്ന് പറയാൻ ഒരുത്തനും ഇവിടെ അധികാരമില്ല. കാരണം ഇങ്ങനൊരു വിവരം, ഇപ്പം എൻ്റെ വീട്ടിൽ ഇതുപോലൊരു ക്രിമിനലിന് ഞാൻ സഹായം കൊടുക്കുന്നു എന്ന് വന്നാൽ പോലീസിന് വന്ന് അന്വേഷിക്കാം. എൻ്റെ അടുത്ത് ചോദിക്കാം, സാർ ഇവിടെ കാണുമുണ്ടോ? അത് നിങ്ങൾ കയറി നോക്കിക്കോ, അന്തസ്സായിട്ട് പറയും, നിങ്ങൾ ഇവിടെ കയറി നോക്കൂ, എനിക്ക് ഇയാളെ അറിഞ്ഞുകൂടാ എന്ന് ഞാൻ പറയും, ധൈര്യമായിട്ട് പറയാം. പക്ഷേ മല്ലപ്പള്ളിയിലുള്ള ഏതാനും വീട്ടുകളിൽ ചെന്ന് അത് അന്വേഷിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട്
വളരെ ക്രുദ്ധനായിട്ട് മാറിയ ഒരാളുണ്ട്. അയാൾ CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായിട്ടുള്ള KP ഉദയഭാനു എന്ന് പറയുന്ന പത്തനംതിട്ടക്കാരനാണ്. ഇയാളെ നമ്മൾ നേരത്തെ കാണാനിടയായത്, അതായത് ഈ നവീൻ ബാബുവിൻ്റെ മരണമുണ്ടല്ലോ ആദ്യം ഉണ്ടായപ്പോൾ, ആദ്യം ആ കേസ് പൊങ്ങി വന്നപ്പോൾ അത് മരണമെന്ന് പോലും, അത് ആത്മഹത്യയെന്ന് ഞാൻ അതുകൊണ്ട് ഞാൻ മരണമെന്ന് പറയുന്നത്, ഞാൻ ആത്മഹത്യയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ടാണ് മരണം എന്ന് ഞാൻ പറയുന്നത്. മരണം ഉണ്ടായല്ലോ, ഈ മരണം അസ്വാഭാവിക മരണമാണ്. ആ മരണത്തിൻ്റെ സമയത്ത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ നവീൻ ബാബുവും അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും എല്ലാം അവരെല്ലാം ഈ CPM-കാരാണ്. അവൻ്റെ അനുഭാവികളാണ്, ആ പാർട്ടിയുടെ അനുഭാവികളാണ്, നവീൻ ബാബു ഉൾപ്പെടെ. അപ്പോൾ അന്ന് ആദ്യമൊക്കെ ഇയാൾ ഭയങ്കര സ്മാർട്ടായിട്ട് അങ്ങ് നിന്നു ഉദയഭാനു. ഈ പപ്പിടിയൊക്കെ ഇട്ട് അങ്ങനല്ല, PP ദിവ്യ ചെയ്ത തെറ്റ് മറ്റേത് ചെയ്തിട്ട് അത് അന്വേഷിക്കണം, പിടിക്കണം എന്നൊക്കെ പറഞ്ഞങ്ങ് നിന്ന്. ഒരിച്ചിരി കഴിഞ്ഞപ്പം പിണറായി വിജയന് അത് താല്പര്യമില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇയാൾ അതങ്ങ് താഴെ ഇട്ടു. പിന്നെ നവീൻ ബാബുവിൻ്റെ കേസിലൊന്നും പ്രശ്നമൊന്നുമില്ല, അത് സർക്കാർ നല്ലതായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാഴ്ചപ്പാടുള്ള ആളാണ്. അയാളാണ് ഇപ്പോൾ ഈ അർജുന അയ്യങ്കയുടെ പ്രശ്നം വന്നപ്പോൾ ഇങ്ങോട്ട് വന്നേക്കുന്നത്. നിനക്കൊക്കെ അമ്മയും പെങ്ങന്മാരും ഉണ്ടെന്ന് അവിടെ കയറി അന്വേഷിക്കുന്നവന്മാർ മനസ്സിലാക്കണം. അതായത് പോലീസുകാർ ഓരോ വീട്ടിൽ കയറിയുന്നു, ആ വീട്ടിൽ കയറുന്ന പോലീസുകാർ മനസ്സിലാക്കണം നിങ്ങളുടെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ എന്നിട്ട് ഞങ്ങളവിടെ എന്ന് വെച്ചാൽ ബാക്കി ഞാൻ പറയുന്നില്ലെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭീഷണി അറിയാമല്ലോ എന്താണെന്ന്. ഇവരുടെയും അമ്മയും പെങ്ങന്മാരും ഒന്നും നേരെ നടക്കത്തില്ല. ആ രീതിയിൽ അവർ സ്ത്രീകളെയാണ് അയാൾ ഉന്നം വെക്കുന്നത്. ഇങ്ങനൊരിതിന് പറയാനുള്ള എന്ത് ചങ്കൂറ്റം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇവനൊക്കെയാണോ യഥാർത്ഥ രാഷ്ട്രീയക്കാർ? ഇയാൾക്ക് ഇത് പറയാനുള്ള ധാർമ്മികത എന്താ ഇയാൾക്കുള്ളത്? അയാളുടെ അമ്മയും പെങ്ങളെയും വെച്ചാണോ ഇത് കളിക്കുന്നത്? പോലീസുകാർക്ക് അമ്മയും പെങ്ങന്മാരും ഉണ്ടെന്ന് ആലോചിക്കണം. അമ്മയും പെങ്ങന്മാരും ഉണ്ടെന്ന് ഇവരെന്തിനാ ആലോചിക്കുന്നത്? പോലീസുകാർ അവരത് ആലോചിച്ചാൽ അവർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഈ അമ്മയും പെങ്ങന്മാരെ ഉപദ്രവിക്കുന്നതാണോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയം? അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി അത് തീരുമാനിക്കണ്ടേ? ഇതുപോലുള്ള വർത്തമാനമാണോ? ഇയാൾ ഒരു മീറ്റിങ്ങിൽ പരസ്യമായിട്ട് പ്രസംഗിച്ചതാണ്. ആ പ്രസംഗം ഞാൻ പല പ്രാവശ്യം കേട്ടു. അതാ ഞാൻ പറഞ്ഞേക്കുന്നത്. ഇത് ഈ അവിടെ പോലീസുകാർ, മല്ലപ്പള്ളി പോലീസുകാർ ഏതോ വീട്ടിലൊക്കെ അന്വേഷിച്ചെന്ന്, അതവരുടെ ജോലിയുടെ ഭാഗമാണ്. അവർക്ക് ലീഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് റൂൾ ഔട്ട് ചെയ്യണേ അവർ അന്വേഷിക്കണം. ഇല്ലെങ്കിൽ അവൻ അവിടെ വിളിച്ചിരിപ്പുണ്ടെങ്കിലോ, അവർ ഉള്ളതാണോ അല്ലയോ എന്ന് ചോദിച്ചിട്ട് അവരെ ആരെയും പിടിച്ചോണ്ട് പോയില്ലല്ലോ മല്ലപ്പള്ളിയിൽ നിന്ന്. അവർ ഏതൊക്കെയോ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചെന്ന്. വീട്ടിൽ ചെല്ലുന്ന പോലീസുകാർക്ക് വീട്ടിൽ ചെല്ലാൻ പാടില്ലേ? ഈ ഉദയഭാനുവിൻ്റെ വീട്ടിലെ കൊണ്ടുവച്ചെന്ന് പറഞ്ഞാൽ അവിടെ കയറണ്ടേ? ഇയാളാരാ? അപ്പം അവിടെ അതിന് മാർക്സിസ്റ്റ് പാർട്ടി എന്തിനിറങ്ങുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ആയെങ്കി ആയതുകൊണ്ടായിരിക്കും കേട്ടോ, അർജുന ആയെങ്കി ആയതുകൊണ്ടായിരിക്കാം ഉദയഭാനുവിന് വളരെ ധാർമ്മിക രോഷം ഉണ്ടായത്. പക്ഷേ ധാർമ്മിക രോഷം കൊണ്ട് അവിടെ ഇരിക്കാനേ വെക്കൂ, ആയെങ്കി അകത്ത് കിടന്ന് ഉണ്ട തിന്നുന്നുണ്ട്. അതാണ് സംഭവിക്കാൻ പോകുന്നത്. വരട്ടെ, നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടി ചിന്തിക്കണം, ഇതുപോലുള്ള ആളുകളെ കയറൂരി വിടണോ എന്നുള്ളതിനെക്കുറിച്ച്. ഇതുപോലുള്ള അഭിപ്രായം പറയാൻ, സ്ത്രീകൾക്കെതിരെയുള്ള പരാമർശം അയാൾ പിൻവലിച്ച് സ്ത്രീ സമൂഹത്തോട് മാപ്പ് പറയേണ്ടതാണ് അയാൾ ചെയ്യേണ്ടത്.